ഹലോ ഗൈസ്, അപ്പം എന്തുണ്ട് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പം 2026 നല്ലൊരു വർഷമാണെന്നാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, 2026 വീണ്ടും വീണ്ടും പണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദാ നമ്മുടെ വണ്ടിക്ക് വീണ്ടും ഒരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ, പക്ഷേ സൗണ്ട് ഇങ്ങനെ എന്താ പറയുക, ഒരാഴ്ച കൂടുമ്പോൾ തന്നെ അത് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അത്യാവശ്യം നല്ലൊരു ചിലവ് വരുന്ന പരിപാടിയാണ്. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒരു ഹീറോയുടെ ജെന്യൂൻ പാർട്ടാണെങ്കിൽ അതിന് മാത്രം ഒരു 4500 രൂപ അടുത്ത് വരും. പിന്നെ ഇത് പണിക്കൂലി, വേറെ ഓയിൽ, അങ്ങനെ കാര്യങ്ങളൊക്കെ കൂട്ടി അത്യാവശ്യം നല്ല റേറ്റ് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് നോക്കാം. ഞാനും ആദ്യം വിചാരിച്ചത് പിസ്റ്റൺ തന്നെ പോയിട്ടുണ്ടെന്നാണ്. പക്ഷേ പിസ്റ്റൺ നമ്മൾ ഓൾറെഡി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബോർ ചെയ്തേക്കുന്നതാണ് ഒരു തവണ. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് വിചാരിച്ച് പിസ്റ്റണിൻ്റെയോ അല്ലെങ്കിൽ ടാപ്പറ്റിൻ്റെയോ ടൈംജിൻ്റെ ഭാഗത്തു നിന്നാണ് സൗണ്ട് വരുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ നല്ല മെക്കാനിക്കിനെ കാണിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലൈൻ്റ് ആണ്, അതിൽ നിന്നാണ് സൗണ്ട് വരുന്നതെന്നുള്ളത്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എവിടെയാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് അറിയത്തില്ല. ക്രാങ്ക് ഷാഫ്റ്റിൽ തന്നെ 2 ബെയറിംഗ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു കണക്റ്റിംഗ് റോഡുണ്ട്, പിസ്റ്റണിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡുണ്ട്. അതിൽ എവിടെ വേണമെങ്കിലും കംപ്ലൈൻറ്റ് വരാം. ഇതും എല്ലാം കംപ്ലൈൻ്റ് ആണെന്നും അറിയത്തില്ല. അപ്പോൾ കൂടെ ഇപ്പോൾ നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിത് ഓൾറെഡി രണ്ടാമത്തെ തവണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിട്ടുണ്ട്. 2027 രണ്ടാമത്തെ ടെസ്റ്റാണ് വണ്ടിയുടെ. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം വീണ്ടും പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് അതിലും വലിയൊരു ചിലവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏകദേശം അറൗണ്ട് ഒരു 9000 രൂപയൊക്കെ ആവുമെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാം കൂടെ ചെയ്ത് റെഡിയാക്കി വരുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ ലെയ്ത്തിൽ കൊടുത്തിട്ട് വർക്ക് ചെയ്തെടുക്കാം. പക്ഷേ അവിടെ മാത്രം 2000 രൂപ ഏതാണ്ടാവും. പക്ഷേ ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിനുള്ളിൽ വരുന്നതല്ല. എപ്പോഴും എന്തെങ്കിലും ഭാവിയിൽ പെട്ടെന്ന് വല്ല കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാഴാവുമെന്ന് ഓർത്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൽ അത് നമുക്ക് പുത്തൻ പാട്ട് ഇട്ട് തന്നെ റീപ്ലേസ് ചെയ്യാമെന്ന് അങ്ങനെ ഒരു ഐഡിയയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിച്ച് തരാം, ക്രാങ്കിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തരാമേ. അപ്പോൾ ഇതിൽ എത്രമാത്രം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ റിയൽ ലൈഫിൽ നന്നായിട്ട് അത്യാവശ്യം സൗണ്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കയറ്റം കാര്യങ്ങളൊക്കെ കുറച്ച് കയറുമ്പോഴേക്കും അങ്ങനെയൊക്കെയാണ് സൗണ്ട് വരുന്നത്. ഭയങ്കര ഒരു അരോചകമാണ്. നമുക്ക് കേൾക്കുമ്പം നമ്മൾ വിചാരിക്കും എന്തായാലും എഞ്ചിനെല്ലാം പൊട്ടിപ്പറഞ്ഞ പോലെ അഴിക്കും പോകുന്നു നമ്മൾ വിചാരിക്കും. ഇതിപ്പം വണ്ടി അധികം ഹീറ്റൊന്നും ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് സൗണ്ട് ഇത്തിരി കുറവ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത ദിവസം തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കാര്യങ്ങൾ അതെങ്ങനെ റീപ്ലേസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ പറയാം. കാരണം ഇതിൻ്റെ ഏകദേശം നമ്മുടെ സ്പ്ലെൻഡറിനും സൂപ്പർ സ്പ്ലെൻഡറും ഗ്ലാമറൊക്കെ പഴയ ഗ്ലാമറിനൊക്കെ ഏകദേശം സെയിം ആ ഒരു റേറ്റ് തന്നെ ആയിരിക്കും ഈ ഒരു പ്രോസസ്സിനെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. നമുക്ക് നല്ലൊരു പണി തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചെയ്യും. കാരണം നമുക്ക് അത്രയ്ക്കും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുള്ള വണ്ടിയാണത്. കാര്യം ഇതിങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട. ഓക്കെ, അപ്പോൾ ശരിയാണ്. താങ്ക് യു.